എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ചിക്കൻ്റെ ലോലിപോപ്സ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതാ ചിക്കൻ ലോലിപോപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പൗഡറാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഓർഗാനോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റ് പെപ്പർ പൗഡറാണ്. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ഉപ്പ് വേണം, മുളക് പൊടി, പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ ഫ്രൈക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡിഷ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു സ്പൂണോളം, ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, എല്ലാം ടീസ്പൂണിൻ്റെ അളവാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമ്മുടെ ലോലിപോപ്സിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓർഗാനോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ കുഴയ്ക്കുന്നത്. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 1/2 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് വറുത്ത് പോരാം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ലോലിപോപ്സ് അതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി ലോലിപോപ്സ് ഇട്ട് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതിന് മുമ്പ് ഇളക്കൊന്നും ചെയ്യാൻ പാടില്ല, പൊടിഞ്ഞു പോകും. അപ്പം നന്നായിട്ട് ഒരു വശം മുരിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു സ്നാക്ക് ആയിട്ടാണ് കേട്ടോ. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഐറ്റം. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ മതി, അവിടെ ഉണ്ടാവും. ലോലിപോപ്സും എന്താ പറയുക, വൈറ്റ് പെപ്പറും ഓർഗാനോയും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നതാണ്. പിന്നെ നമ്മളൊരു ചിക്കൻ വാങ്ങിച്ചാൽ അതിനകത്ത് 2 ചിറകല്ലേ ഉണ്ടാവും, 2 ഇൻസാനം ഉണ്ടാവും. അപ്പോൾ അതിനേക്കാളും ഇങ്ങനെ മേടിക്കുന്നതാണ് ലാഭം. ആ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരുന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്നാക്കായിട്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലോലിപോപ്സ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഇത് കോരിയെടുക്കാം. ലോലിപോപ്സും നമ്മളിത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ അതിൽ ഉണ്ടാക്കിയ നമ്മളെ ചിക്കൻ ലോലിപോപ്പ് നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ. ഫ്രൈ ഇടുന്ന സാധനം കേട്ടോ. ഞാൻ സോസിലൊക്കെ മുക്കി ശ്രീഹരി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ സോസല്ല കെച്ചപ്പ്, സൂപ്പർ അടിപൊളി കേട്ടോ. എല്ലാവരും ചെയ്തു നോക്കണേ. സ്നാക്കായിട്ട് നല്ല സാധനം ചായയുടെ കൂടെയൊക്കെ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേ പറ.
അതുവരെ ബൈ ബൈ.